നമസ്കാരം. നല്ലയിൽ ആയുർവേദയിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരാൾക്കെങ്കിലും പനിയോ ജലദോഷമോ തൊണ്ടവേദനയോ ഇല്ലാണ്ടിരിക്കില്ല അല്ലേ? അപ്പം ഇതൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ആഹാരം, നമ്മുടെ ചര്യ, ഇതിലൊക്കെ ഇച്ചിരി മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ പലതും ചെറുക്കാൻ കഴിയും. അതെന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ധാരാളം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കൊതുകിൻ്റെ ശല്യം അല്ലെങ്കിൽ ഈച്ചയുടെ ശല്യം. അപ്പോൾ ഈ രണ്ട് ജീവികൾ കാരണം നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ തൊടിയിലൊക്കെ ഉള്ള ചിരട്ടകളൊക്കെ കമഴ്ത്തിയിടാനൊക്കെ പറയാറുണ്ട്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് പുകയ്ക്കാം. നമുക്ക് അപരാജിത ചൂർണം എന്ന് പറഞ്ഞിട്ടൊരു ചൂർണം കിട്ടും. അത് വെച്ച് നമുക്ക് പുകയിടാം. അല്ലെങ്കിൽ മഞ്ഞൾ, വയമ്പ്, കുന്തിരിക്കൊക്കെ ഇട്ട് പുകയ്ക്കാം. ഇപ്പോൾ ഇങ്ങനെ ഈ പുകയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ഫംഗസ് അല്ലെങ്കിൽ ഇത്തരം രോഗകാരികളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി ജീവിതചര്യകളിൽ ചില മാറ്റങ്ങൾ വരുത്താം. അതായത് നമ്മൾ മഴക്കാലമാണ്, പുറത്ത് ഭയങ്കര മഴയൊക്കെ ആണെങ്കിൽ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഡ്രസ്സ് മാറാതെ ചില ആളുകൾ ഇരിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കഫക്കെട്ട്, ജലദോഷം, പനിയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് മുതിർന്നവർക്കാണെങ്കിൽ അവർക്ക് ഈ വാദസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂടാനും അത് ഇല്ലെങ്കിൽ അത് ഉണ്ടാവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പം ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് അനുയോജ്യമായ എണ്ണ തിരഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് എണ്ണ തേച്ച് കൂടി ഒരു ശീലമാക്കി എടുക്കാം. അതേപോലെ അമിതമായ വ്യായാമം ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊന്ന് അതിൻ്റെ കാഠിന്യം കുറച്ച് കുറയ്ക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഈ വാതരോഗങ്ങളുടെ കാഠിന്യം കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ പകലുറക്കം ഉള്ള ആളുകളാണെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. കാരണം പകലുറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കഫം ദോഷം വർദ്ധിക്കും. അപ്പോൾ അത് കഫക്കെട്ട്, ജലദോഷം എന്നീ അവസ്ഥകളിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ കുളിക്കുകയാണെങ്കിൽ സാധിക്കുമെങ്കിൽ അതിൽ കുറച്ച് പുളിയില പോലുള്ള വാതഹരിയായിട്ടുള്ള മരുന്നുകൾ ഇട്ടിട്ട് അത് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ഉപയോഗിച്ച് കുളിക്കാൻ ശ്രമിക്കുക. ഭക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ ലഘുവായിട്ടുള്ള ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മുടെ ദഹനശക്തി വളരെ കുറവായിരിക്കും. അപ്പോൾ കട്ടിയായിട്ടുള്ള ആഹാരങ്ങൾ, അതായത് ഫ്രൈഡ് ഫുഡ്, ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ദഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. സാധിക്കുമെങ്കിൽ ആ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ ചുക്ക്, അതുപോലെ പഞ്ചകോലം എന്നിവയൊക്കെ ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് ദഹനശക്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുകയുള്ളൂ. ഭക്ഷണത്തിൽ നമുക്ക് മോര് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. മോര് അങ്ങനെ അല്ലെങ്കിൽ കാച്ചിയ മോരായിട്ടും ഉപയോഗിക്കാം. ചായ, കാപ്പി എന്നിവ അമിതമായി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ഉപയോഗം ഒന്ന് കുറച്ചിട്ട് അതിന് പകരം ചുക്ക് കാപ്പി ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതേപോലെ രാത്രി ഭക്ഷണം 7 മണിക്ക് മുന്നേ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2-3 മണിക്കൂർ ഉറങ്ങണതിന് മുന്നേ ഒരു ഗ്യാപ്പ് ഇടാനും പ്രത്യേകം ശ്രദ്ധിക്കുക.